വണ്ടിപ്പെരിയാർ മ്ലാമല ലാഡ്രംപുതുവൽ പഴയ പാമ്പനാർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തടസ്സം നിൽക്കുന്നതായി പരാതി. റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച 8 മീറ്റർ വീതിയിൽ കൂടുതൽ നിർമ്മാണത്തിനായി എടുത്തുവെന്ന് ആരോപിച്ചാണ് തടസ്സം നിൽക്കുന്നതെന്നാണ് ആരോപണം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന. പീരുമേട്, പാമ്പനാറിൽ നിന്നും മ്ലാമല, തേങ്ങാക്കൽ, വണ്ടിപ്പെരിയാർ തുടങ്ങിയ പ്രദേശങ്ങളെ കൊട്ടാരക്കര-ദിണ്ടുക്കൽ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന വണ്ടിപ്പെരിയാർ മ്ലാമല ലാഡ്രംപുതുവൽ പഴയ പാമ്പനാർ റോഡിന്റെ നിർമ്മാണം PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2020-21 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 8 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിന് ബദേൽ പ്ലാന്റേഷനായിരുന്നു സ്ഥലം വിട്ടു നൽകിയത്. ഇതിനിടയിൽ 8 മീറ്ററിൽ കൂടുതൽ സ്ഥലമെടുത്തുവെന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ആരോപിക്കുകയും ഇതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും വിവിധ വകുപ്പുകൾക്കും പരാതി നൽകിയതിനെ തുടർന്ന് റോഡിന് ഏറ്റെടുത്ത സ്ഥലം അളന്ന് കൂടുതൽ സ്ഥലം എടുത്തിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുൻ മാനേജ്മെന്റ് എസ്റ്റേറ്റ് വിറ്റതിനു ശേഷം പുതിയ മാനേജ്മെന്റ് കൂടുതൽ സ്ഥലം എടുത്തുവെന്നാരോപിച്ച് റോഡ് നിർമ്മാണത്തിന് തടസ്സവാദം ഉന്നയിക്കുന്നതായി പൗരസമിതിക്ക് വേണ്ടി കബീർ താന്നിമൂട്ടിൽ പറയുന്നു. 2020-21 ഇതിൻ്റെ പണി ആരംഭിച്ച് ഇത് പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു പ്രാവശ്യം പറഞ്ഞു 8 മീറ്റർ വീതി കൂടുതൽ എടുത്തിട്ടുണ്ട്, പണി തടസ്സപ്പെടുത്തി. അത് കഴിഞ്ഞ് കളക്ടറിൻ്റെ ഉത്തരവ് വന്ന് സ്ഥലം അളന്നപ്പോൾ 6 മീറ്റർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് ബോധ്യപ്പെട്ടതിന് ശേഷം പണി ആരംഭിച്ചു. വീണ്ടും അവർ ഈ എസ്റ്റേറ്റ് വിറ്റതായിട്ടാണ് അറിയുന്നത്. എസ്റ്റേറ്റ് വിറ്റപ്പോൾ തേയില കൂട്ടിയാണ് നമുക്ക് 8 മീറ്റർ വീതി അളന്നതെന്ന്. എസ്റ്റേറ്റിൽ തേയിലയെല്ലാം പറിച്ച് കഴിയുമ്പോൾ വീണ്ടും 6 മീറ്ററിലേക്ക് 5 മീറ്ററിലേക്കും ചുരുങ്ങിയിരിക്കുകയാണ്. റോഡ് ഇതുവരെ പണി പൂർത്തീകരിച്ചിട്ടുമില്ല. കരാർക്കാരനോട് 10 ലക്ഷം രൂപ മേടിച്ചതിൻ്റെ പേരിൽ കരാർക്കാരന് വക്കീൽ നോട്ടീസൊക്കെ വിട്ടതിന് അദ്ദേഹം പണി പൂർത്തീകരിക്കാനും തയ്യാറാകുന്നില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നിൽക്കുന്നത്. 10 ലക്ഷം രൂപ മേടിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നഷ്ടമുണ്ടായാൽ തേയിലയിലേക്ക് മണ്ണോ കല്ലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ അത് എടുത്ത് മാറ്റുന്നതിൻ്റെ ഇതിലേക്ക് വേണ്ടിയാണ് 10 ലക്ഷം രൂപ മേടിച്ചത്. അതില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പണി തീരാറായല്ലോ, ഇനി താരങ്ങി മാത്രമാണ് ഉള്ളത്. 3.75 താരങ്ങി. ഇത് 8 മീറ്റർ എന്ന് പറഞ്ഞാൽ 3.75 ഫസ്റ്റ് ചപ്പറപ്പുറം ഓരോ മീറ്റർ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡ് കിടക്കുന്നത്. പണി മുടങ്ങി കിടക്കുകയാണ്. അത് എസ്റ്റേറ്റ് ഇപ്പം കൈമാറിയതുകൊണ്ട് രണ്ടും മുതലാളിയാണ്. അദ്ദേഹം ഇവരെയും പറയും, അവരെയും പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുപോലെ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ വണ്ടിപ്പെരിയാർ ഭാഗങ്ങളിലൊക്കെ ബ്ലോക്കുകളോ അതുപോലെ തന്നെ കക്കികവല ഭാഗത്ത് വെള്ളം കയറുവാണെങ്കിലോ എളുപ്പം കുമളിയിലേക്ക് എത്താവുന്ന ഒരു വഴിയും കൂടിയാണ്. ഏതാണ്ട് 26 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പഴയ പാമ്പനാറ്റിൽ നിന്ന് മ്ലാമല വെള്ളാറങ്ങുന്ന് വഴി കുമളിക്ക് പോകാവുന്നതാണ്. അതുപോലെ വെള്ളാറങ്ങുന്ന് ചങ്കര വഴി കട്ടപ്പനയ്ക്കും പോകാൻ എളുപ്പ വഴിയാണിത്. അതുപോലെ ശബരിമല സീസൺ ആകുമ്പോൾ ഇതിലെ തീർത്ഥാടകർക്ക് എളുപ്പം, അതുപോലെ തന്നെ ഈ മകരവിളക്ക് സമയത്തൊക്കെ പരുന്തുംപാറയിലെത്താനൊക്കെ തൊട്ടടുത്ത് ഇവിടുന്ന് 8-9 കിലോമീറ്റർ കഴിഞ്ഞാൽ പരുന്തുംപാറയാണ്. അങ്ങനെ ഒരു പ്രത്യേക ഇതും കൂടെയാണ്. അതുപോലെ 2 ഹൈവേ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ്. അടിമാലി കുമളി റോഡും അതുപോലെ തന്നെ ദിണ്ടുക്കൽ കൊട്ടാരക്കര റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡും കൂടിയാണ് ഇത്. റോഡ് ഞങ്ങൾ പറയുന്ന 8 മീറ്റർ അല്ല 12 മീറ്റർ വീതിയിൽ എടുത്തു പോയാൽ ജനങ്ങൾക്കെല്ലാം ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയായിട്ട് ഇത് മാറാൻ ആണ് സാധ്യത. ഈ മ്ലാമലയുടെ മുഖച്ഛായ തന്നെ മാറുകയും ചെയ്യും. റോഡിന്റെ ചില വളവുകളിൽ വീതി കൂട്ടി നിർമ്മിക്കാത്ത പക്ഷം ചെറുവാഹനങ്ങൾ പോലും വളരെ ബുദ്ധിമുട്ടി കടന്നുപോകേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഇത്തരത്തിൽ ഓരോ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതോടെ റോഡ് നിർമ്മാണം 4 വർഷത്തോളം പിന്നിട്ട് വൈകിപ്പിക്കുന്നുവെന്നും പൗരസമിതി അംഗങ്ങൾ പരാതി അറിയിച്ചു. കട്ടപ്പനയ്ക്കും പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ റോഡ് പണി തീരുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട 2 വളവുണ്ട്. ആ വളവെന്ന് പറഞ്ഞാൽ റോഡ് 8 വെട്ടും 16 മീറ്റർ കിട്ടേണ്ടതാണ്. പഴയ റോഡ് 8 മീറ്റർ, രണ്ടും കൂടെ കൂടുമ്പോൾ 8 മീറ്ററേ ഉള്ളൂ. ഇത് 16 മീറ്റർ കിട്ടേണ്ടത് ഇപ്പം ഉടമ അനുവദിക്കുന്നില്ല. ഓരോ ദിവസം തൊഴിലാളികളെ വിട്ട് 8 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിന് പലയിടങ്ങളിൽ 4-5 മീറ്റർ വീതി മാത്രമാണ് ഉള്ളതെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഗ്രാമപ്രദേശങ്ങളായ തേങ്ങാക്കൽ, മ്ലാമല, ചെങ്കര, മൂങ്കിലാർ നിവാസികൾക്ക് ദേശീയപാതയിൽ എളുപ്പമാർഗം എത്താവുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണമെന്നാണ് പൗരസമിതി അടക്കമുള്ള പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഓഫറിൽ വമ്പൻ ഓഫറിൽ വമ്പൻ ഓണം.
ഈ ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും 50% വിലക്കുറവിൽ ഫർണിച്ചറുകൾ വാങ്ങാം. 100-ൽ പരം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ, വിവിധ തരത്തിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ, വെറൈറ്റി കളേഴ്സിലും ഡിസൈൻസിലുമുള്ള വാർഡ്രോബുകൾ, ബെഡ്റൂം സെറ്റ് പ്ലസ് കട്ടിൽ പ്ലസ് 3 ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ, ബെഡ് സൈഡ് ബോക്സ് ബെഡ്റൂം സെറ്റ് പാക്കേജുകൾ 23,999 മുതൽ ആരംഭിക്കുന്നു. നിങ്ങളുടെ പഴയ ഫർണിച്ചർ മാറ്റി പുതിയ ഫർണിച്ചർ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ. എയറോഫിറ്റ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സിന് 40% വരെ വിലക്കുറവും. ഈ ഓണം നന്നായി ഇരുന്നോണം. ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന.